ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ. മത്തായി 8:11-12 വാക്യങ്ങൾ. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാസ്തവം കർത്താവ് തൻ്റെ കേൾവിക്കാരോട് പങ്കുവയ്ക്കുന്നു. പരമ്പരാഗതമായി തങ്ങളാണ് എല്ലാമെന്ന് നിശ്ചയിക്കുകയും നിരൂപിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് നേരിടേണ്ടി വരുന്ന ഒരു നിരസിക്കൽ ഇവിടെ കർത്താവ് പറയുകയാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകര് വരും. ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അവരനുഭവിക്കും. ഒരു യഹൂദ മതബോധത്തിനെതിരെയാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ശതാധിപന്റെ വിശ്വാസം ഇസ്രായേലിൽ കണ്ടിട്ടില്ലാത്ത വിശ്വാസത്തെക്കാൾ വളരെ വലുതാണ് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയും തുടർന്ന് ഇത് ഒരു സൂചന മാത്രമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ തങ്ങൾ മാത്രമാണെന്നും ദൈവം തങ്ങളുടേത് മാത്രമാണെന്നും പുറത്തുള്ള ആർക്കും ഇതിന് അവകാശമില്ല എന്നും മനസ്സിലാക്കുന്ന പറയുന്ന പരീക്ഷ പ്രമാണികളൊക്കെ ഇത് കേൾക്കുകയാണ്. യഹൂദനും ജാതിയും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ കാണുന്നു. രക്ഷ യഹൂദന്മാരിൽ നിന്നും വരുന്നു എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഗ്രഹിക്കാൻ വലിയ വിഷമം ഉണ്ടാവും. ജാതികളിൽ ഒരു നല്ല ഭംഗം രക്ഷ പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കാണുന്ന ശതാധിപന്റെ വിശ്വാസം ജാതികളുടെ മാനസാന്തരത്തിന്റെ കേവലമായ ഒരു നിദർശനമാണ്. അവർ സഭയകത്തേക്ക് കടക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ചുരുക്കമായി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നവർ ഒന്നിച്ചു ചേരുമ്പോൾ വളരെ അധികമായിരിക്കും. നമ്മുടെ രക്ഷാനായകൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നത് നാം കാണും. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അത് ഓർമ്മിപ്പിക്കുന്നു. 1000 വിശുദ്ധന്മാരോടുകൂടെയാണ് കർത്താവ് വരുന്നത്. കിഴക്കും പടിഞ്ഞാറും വിദൂരതയെ കാണിക്കുന്നു. ഇവരെല്ലാം ക്രിസ്തുവിൽ സമീപസ്ഥരായിത്തീരുന്നു. എന്നാൽ സങ്കടകരമായ ഒരു കാര്യമാണ്, രാജ്യത്തിന്റെ പുത്രന്മാർ പുറന്തള്ളപ്പെടും. തങ്ങളാണ് അവകാശികളെന്ന് വിചാരിച്ചിരിക്കുന്നവർ പുറന്തള്ളപ്പെടുന്നു. ഇതേ കാര്യമാണ് മത്തായി 7-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അങ്ങനെ യഹൂദന്മാർ അവിശ്വാസത്തിൽ തുടരുന്നതിനാൽ ദൃശ്യമായ സഭയുടെ അംഗങ്ങളായി തീരുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർക്കുള്ള വലിയ ശിക്ഷ. സഭയ്ക്ക് പുറത്തായിരുന്ന ആളുകൾ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ദൈവജനമെന്ന് കരുതിയവർ ഏറ്റവും പുറത്തുള്ള അന്ധകാരത്തിൽ, നരകത്തിലും നരകാനുഭവങ്ങളിലേക്കും തള്ളപ്പെടുന്ന ഒരവസ്ഥ. അനേകർ സ്വർഗരാജ്യത്തിൽ പോകാൻ വിസ എടുത്തു കൊടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവം കൂട്ടിച്ചേർക്കുന്നത് നമ്മൾ ആരെയെല്ലാം അകറ്റി നിർത്തുന്നുവോ
ആരെയെല്ലാം നിഷേധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നോ, അങ്ങനെയുള്ളവരെ ആയിരിക്കാം കർത്താവ് ക്ഷണിക്കുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ, പ്രവർത്തിക്കാൻ, ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവരാജ്യ പ്രവേശനത്തിനുള്ള യോഗ്യത അവിടെയാണ്. കർത്താവ് നമ്മളെ മാനിക്കും. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ശനിയാഴ്ച ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുന്നു, വഴി നടത്തലിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കൃപയും കരുണയും കൂടെ ഇരിക്കണമേ. ദുഃഖത്തിലും പ്രയാസത്തിലും വേർപാടിലുമൊക്കെ ഇരിക്കുന്നവർക്ക് ആശ്വാസവും ധൈര്യവും പ്രത്യാശയും അവിടുന്ന് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കർത്താവെ, അങ്ങയുടെ ആലോചന നൽകുകയും അവിടുത്തെ ഹിതം തിരിച്ചറിയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.